ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലത്ത് പ്രതിഷേധം നടത്തുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ KSUവിൻ്റെ പ്രതിഷേധം. അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട മന്ത്രിയെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനെതിരായ പ്രതിഷേധം, മന്ത്രിക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുകയാണ്. കൊല്ലത്ത് ആ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സംഘർഷപരിതമായ അന്തരീക്ഷമാണ്. മൈക്ക് ഓൺ ചെയ്ത് പോയി. നല്ല തോട്ടിക്കും വിവരങ്ങളുമായി സൂര്യ ഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. സൂര്യ, ഈ പ്രതിഷേധം അത് ഇപ്പോൾ കോൺഗ്രസിന്റെ പൊതുയാത്രയുടെ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നു, ഒപ്പം തന്നെ ബാനറുകളും ആ മട്ടിലെ പ്രതിഷേധം പുരോഗമിക്കുകയാണല്ലോ. വലിയ പ്രതിഷേധമാണ് ഇവിടെ നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെയും DYFI-യുടെയും പ്രതിഷേധം കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ SFI പ്രവർത്തകരാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. അത് പ്രധാനമായും പുതുയുഗ യാത്രയുടെ ഉൾപ്പെടെ പ്രതിപക്ഷം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ബോർഡുകളും അടിച്ചു നശിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഈ റോഡിന്റെ ഇരുവശത്തായിട്ടും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന പുതുയുഗ യാത്രയുടെയും മറ്റു പ്രതിപക്ഷത്തിന്റെയും ബോർഡുകളൊക്കെ തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രവർത്തകർ സംസാരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയെ ഉൾപ്പെടെ ഇന്നലെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് KSUക്കാർ തയ്യാറായി. ഒന്ന് മാത്രമേ SFIക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരെയും ഇങ്ങനെ വേട്ടയാടാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഇന്ന് വരുന്ന വഴി കോൺഗ്രസിന്റെ ബോർഡുകൾ ചവിട്ടിയൊടിക്കാൻ ഞങ്ങൾ തയ്യാറായതുപോലെ ഈ KSUക്കാരന്റെ കാലും കൈയും ചവിട്ടിയൊടിക്കാനും ഞങ്ങൾ മറക്കില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മ വേണം. ഈ പ്രതിഷേധ പരിപാടി ഇങ്ങനെ അവസാനിപ്പിക്കാനാണ് SFIക്കാർ തയ്യാറായിട്ടുള്ളത്. ഈ പ്രതിരോധം ഇതിനേക്കാൾ നന്നായി തീർക്കാൻ SFIക്കാർക്കറിയാം. ഈ പരിപാടിയുടെ അധ്യക്ഷനായി SFI ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ആദർശിനെ ക്ഷണിക്കുകയാണ്. അനുജ, ഈ പ്രതിഷേധം ഇങ്ങനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം അവർ ഉയർത്തുക തന്നെ ചെയ്യുകയാണ്. ഇനിയും ഈ പ്രതിപക്ഷത്തിന്റെ അതുപോലെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നശിപ്പിച്ചുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം KSU പ്രവർത്തകർക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ അതിക്രമത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റ് DYFI-യുടെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ തുടർച്ചയാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇന്ന് കൊല്ലം ജില്ലയിൽ പ്രതിഷേധം നടത്തുന്നത്. ചിന്തക്കടയിലായിരുന്നു ഈ പ്രതിഷേധ ജാഥ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ പ്രവർത്തകർ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് ഉള്ള സമരം തുടരുകയാണ്, പ്രതിഷേധം തുടരുകയാണ്. പക്ഷെ അവർ പറയുന്നത് ഇന്ന് ഇങ്ങനെ സമരം അവസാനിപ്പിക്കുകയാണ്. ഇനിയും KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം അത് SFI-യുടെ അടക്കം ഭാഗത്ത് നിന്ന് ഇടതുപക്ഷ യുവജന സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അഞ്ജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.